നമുക്ക് പെരുന്നാളിനെ കുറിച്ചാണ് ഇങ്ങനെ പറയായിരുന്നു. ഞാൻ നോക്കിയപ്പോ കുറെ ഇപ്പൊ നേരത്തെ സാധാരണ നമ്മൾ ഈ പേപ്പറിന്റെ അരങ്ങുകൾ ഇങ്ങനെ ഒട്ടിച്ച് ഇട്ടുള്ള ഒരു രീതി ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അത് മുഴുവനും നല്ല മിന്നലാണ്, ഒരു വർണ്ണക്കടലാസായി. അത് റെഡിമെയ്ഡായി. വീടുകളിൽ അതിന് വലിയ കാര്യമായിട്ട് പണികളൊന്നും ഇല്ല. അത് റെഡിമെയ്ഡായിട്ട് ഇപ്പൊ കിട്ടും. അത് കൊണ്ടുവന്ന് കെട്ടി ഭംഗിയായിട്ട് എളുപ്പത്തിന് പണി കഴിഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോ പണ്ട് ഇതൊരു കൂട്ടായ്മയുടെ ഭാഗമായിരുന്നു. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളി ഉണ്ടാവുന്നതിന് മുമ്പും നമ്മൾ പുറത്തൂർ പള്ളിയുടെ ഭാഗമായിരുന്നല്ലോ. അപ്പോൾ പുറത്തൂർ പള്ളിയുടെ ഭാഗമായിരുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ കുടുംബങ്ങളിലുള്ള ആളുകൾ വന്ന് അരങ്ങൊട്ടിക്കലും കെട്ടലും അങ്ങനെയായിരുന്നല്ലോ. തീർച്ചയായിട്ടും കൂട്ടായ്മയായിരുന്നു. ഇപ്പൊ അത് കുറെയൊക്കെ പ്രൊഫഷണലിസത്തിലേക്ക് പോയി. അത് എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ തിരക്ക് പിടിച്ച ജീവിതമല്ലേ, ഒക്കെ ഓരോരുത്തർ ജോലിക്ക് പോവുക. പിന്നെ ഈ നമ്മുടെ പ്രവർത്തകർ കുറച്ചൊക്കെ പറഞ്ഞു. ഈ പണ്ട് ഈ ഉറക്കുളച്ച് ഇതൊക്കെ അരങ്ങൊട്ടിക്കാനും അതൊക്കെ ഒരു ആഘോഷമായിരുന്നു. അവിടെ ഏറ്റവും കൂടുതൽ ബിസിനസ് നടന്നത് ഫുഡ് ബിസിനസ്സാണ്. ഫുഡ് അതായത് എല്ലാ വീടുകളിലേക്കും ആവശ്യമായ ഫുഡ് കാറ്ററിംഗ് സർവീസുകാർ കൊടുത്തു. അപ്പൊ വീട്ടിലെ അമ്മമാർക്ക് ആ ടെൻഷനില്ല. അമ്മമാർക്ക്, മക്കൾക്ക്, മരുമക്കൾക്ക്, വിരുന്നുകാർക്ക് ആർക്കും ഒരു ടെൻഷനും ഇല്ല. മറ്റത് അതല്ല, നമ്മൾ വീടുകളിൽ അത് തയ്യാറാക്കി അത് ചെയ്ത്. അപ്പൊ ഇവര് പറയണത് എന്താ വെച്ചാൽ അതിനുള്ള പറയുന്ന കാരണം ഇത് അറിയാണ്ടല്ല, ഈ ഭക്ഷണം അറിയാണ്ടല്ല. ഇനി ഇതിനുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് ഇത് ചെയ്യാൻ തയ്യാറല്ല. അവര് പറയണത് ഗസ്റ്റ് വരുമ്പോ അവരെ മൈൻഡ് ചെയ്യാം, പിന്നെ ഒരു റെസ്റ്റ്, പിന്നെ ആഘോഷമാണ് പെരുന്നാൾ. അപ്പൊ ആഘോഷത്തിൽ പങ്കെടുക്കണം. എല്ലാ ആഘോഷത്തിന്റെ A to Z പരിപാടികളിൽ പങ്കെടുക്കണമെങ്കിൽ ഫുഡ് റെഡിമെയ്ഡായിട്ട് വരണം. പിന്നെ ഏറ്റവും പ്രധാനം എന്താ വെച്ചാൽ നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും തൊഴുകയോടെ ഓർക്കാറുണ്ട്. അവർ ഈ കുടുംബത്തെ ജോലികളൊക്കെ എല്ലാം കഴിഞ്ഞ് നമ്മളെ തീറ്റയും കേട്ടൊക്കെയാണ് അവർ ഇതിന് വരുന്നത്. ഇത് കഴിഞ്ഞ് പള്ളിയിലേക്ക് പോകണം. കണ്ടില്ലേ? നമസ്കാരം. പെരുന്നാളായിട്ട് സാറായിട്ട് കാര്യങ്ങൾ പോകണം. എപ്പോഴാണ് പരിപാടികൾ തുടങ്ങുക? അതിവിടെ ഏതാണ്ടോ 1 മണിക്ക് തുടങ്ങണമെന്ന് പറഞ്ഞത്. പക്ഷെ 1:30 ആവും ഒരു ബാൻഡ് സെറ്റായി വന്നിട്ട്. അപ്പൊ നമ്മൾ ഈ പൊള്ളു മുഴുവൻ കവർ ചെയ്യണ്ടേ എല്ലാ വീടുകളിലും. അപ്പൊ ആ വീടുകളിൽ കവർ ചെയ്യണം. അമ്പ് അപ്പൊ അത് കഴിഞ്ഞൊരു 6 മണിയോട് കൂടി അവർക്ക് അത് വീടുകളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു 1.5 മണിക്കൂർ അവർക്ക് റെസ്റ്റ് കൊടുക്കണം. അടുത്ത പുള്ളിയിൽ നിന്ന് ആലപ്പാട് പുറത്തൊരു പള്ളിയിലേക്ക് ഇവിടെ നിന്ന് പ്രദക്ഷിണമായിട്ട് വിടണം.
ഓക്കെ